മൂന്നാം എൻ.ഡി.എ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ അത് കേവല നികുതി ഇളവിലോ സാമ്പത്തിക ആസൂത്രണത്തിലോ മാത്രം ഇത്തവണ ഒതുങ്ങി നിൽക്കില്ല. മോദി സർക്കാരിന്റെ നിലനിൽപ്പിന് ഇളക്കം തട്ടാതിരിക്കാനുള്ള പരിഗണന ബീഹാർ, ആന്ധ്ര സംസ്ഥാനങ്ങളോടുണ്ടാകും ബജറ്റിൽ. കാർഷിക അടിസ്ഥാന മേഖലകൾക്ക് പരിഗണന കൂട്ടിയ ജനപ്രിയ ബജറ്റാകും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുക. അടിസ്ഥാന മേഖലയുടെ വികസനത്തിനൊപ്പം ഹെൽത്ത് കെയർ നിക്ഷേപങ്ങൾക്കും പ്രാധാന്യം ലഭിച്ചേക്കും. ലോക ശരാശരി നോക്കിയാൽ GDPയുടെ 10 മുതൽ 17% വരെ ഹെൽത്ത് കെയർ മേഖലയ്ക്ക് മാറ്റിവെക്കുമ്പോൾ ഇന്ത്യയുടേത് 2 മുതൽ 2.5% മാത്രമാണ്. ലോക മഹാമാരിയുടെ കൂടി അനുഭവത്തിൽ ഇത് മാറ്റാനുള്ള ശ്രമം ബജറ്റിലുണ്ടായേക്കും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗത്തിൽ YSR കോൺഗ്രസ് ആന്ധ്ര പാക്കേജ് ആവശ്യമുയർത്തി. യോഗത്തിൽ TDP മൗനം പാലിച്ചുവെങ്കിലും കൂടുതൽ ഫണ്ട് വാങ്ങിയെടുക്കുക എന്നത് TDPയുടെ അഭിമാന പ്രശ്നമാണ്. ആന്ധ്ര ബീഹാർ കാര്യത്തിൽ സർക്കാരിന് നിലനിൽപ്പുകളുടെയും വിഷയമാണ്. അതിനാൽ ബീഹാറിനും ആന്ധ്രയ്ക്കും പാക്കേജ് എന്ന പേരിൽ അല്ലെങ്കിലും കാര്യമായ ഫോക്കസ് ബജറ്റിൽ നൽകിയേക്കും. ഒഡീഷയെയും കേന്ദ്രം പിണക്കില്ല. റെയിൽ വികസനം, കൂടുതൽ ട്രെയിൻ, കൂടുതൽ കാർഷിക ഫണ്ട്, ദരിദ്രർക്കുള്ള ക്ഷേമ പദ്ധതി, ഭക്ഷ്യവളം വിതരണത്തിന് കൂടുതൽ സൗകര്യം എന്നിവ ബീഹാറും ഒഡീഷയും ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ്. ഫുഡ് പ്രോസസിംഗ്, കാർഷികോൽപ്പന്ന വിപണി എന്നിവയ്ക്ക് മികച്ച ബജറ്റാകും ഇതെന്ന് ചിരാഗ് പസ്വാൻ സൂചിപ്പിച്ചു. പസ്വാനും ജിതിൻ റാം മഞ്ചിയും ഗിരിരാജ് സിംഗും മന്ത്രിസഭയിലുണ്ട് എന്നത് ബീഹാറിന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. കാർഷിക, മാനുഫാക്ചറിംഗ്, സർവീസസ് മേഖലാ വികസനം 6.8% നിന്ന് 13% GSDP 7.6% നിന്ന് 10.6% സംസ്ഥാന ബജറ്റിൽ ബീഹാറിൽ നിന്നുള്ള മന്ത്രിമാർ പറഞ്ഞിരുന്നു. റെയിൽ ബജറ്റിൽ ഏതാണ്ട് 2.5 ലക്ഷം കോടിയുടെ പദ്ധതി വിഹിതമാകും കേന്ദ്രം മൊത്തത്തിൽ നീക്കിവെക്കുക. ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, ട്രെയിൻ നവീകരണം തുടങ്ങി റെയിൽവേ ആധുനികവൽക്കരണമാകും ലക്ഷ്യം. പ്രത്യേക പരിഗണന ഈ വിഷയത്തിലും ബീഹാറിന് ലഭിച്ചേക്കും. ബീഹാർ നേരിടുന്ന തൊഴിലില്ലായ്മ രാജ്യശരാശരിയേക്കാൾ കൂടുതലാണ്. പ്രളയമാണ് മറ്റൊന്ന്. നേപ്പാളിൽ നിന്ന് വെള്ളമെത്തുന്നതും വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളാണ്. നദീ സംയോജനം, കൂടുതൽ ബാരേജുകളുടെ നിർമ്മാണം തുടങ്ങി കാലാകാലങ്ങളായുള്ള ആവശ്യങ്ങൾക്ക് ഇത്തവണ പരിഗണന ഉണ്ടായേക്കും. ഇക്കാര്യത്തിലും കേന്ദ്രവിഹിതത്തിനായി JDU സമ്മർദ്ദം ചെലുത്തുകയാണ്. അമരാവതിയുടെ വികസനമാണ് ചന്ദ്രബാബു നായിഡുവിന് പ്രധാനം. അന്താരാഷ്ട്ര നിലവാരമുള്ള നഗരമാക്കി അമരാവതിയെ മാറ്റണം എന്നതാണ് നായിഡുവിന്റെ സ്വപ്നം. കാർഷിക പരമ്പരാഗത മേഖലകളുടെ വികസനം, ഹൈദരാബാദ് മാതൃകയിൽ IT ഹബ്ബുകൾ, പ്രത്യേക എക്കണോമിക് സോണുകൾ, നദീജലം വഴിതിരിച്ചുവിടൽ എന്നിവയും ആന്ധ്രയുടെ ആവശ്യങ്ങളാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.